ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സന്ദർശനത്തിനെത്തിയ ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക്കുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ലാറ്റിൻ അമേരിക്കയിൽ ഇന്ത്യയുടെ പ്രധാന സുഹൃത്തും പങ്കാളിയുമാണ് ചിലിയെന്ന് ശ്രീ മോദി. വഖഫ് ഭേദഗതി ബിൽ നാളെ ലോക്സഭ പരിഗണിക്കും. ബില്ലിനെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 2029 ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അമേരിക്കൻ ചരക്കുകൾക്ക് തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് തീരുവ പ്രഖ്യാപിക്കുമെന്ന് US പ്രസിഡന്റ്. നടപടിയെ പ്രതിരോധിക്കാൻ പ്രാദേശിക തലത്തിൽ വ്യാപാരം ശക്തിപ്പെടുത്താൻ മറ്റു രാജ്യങ്ങൾ. ആശാപ്രവർത്തകരുടെ ഇൻസെന്റീവ് വർധന പരിഗണിക്കുമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയതായി മന്ത്രി വീണ ജോർജ്. IPL-ൽ ലക്നൌവിനെതിരെ പഞ്ചാബ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് RBIയുടെ പങ്ക് സ്തുത്യർഹമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. റിസർവ് ബാങ്കിന്റെ 90ാം വാർഷിക ആഘോഷ സമാപന ചടങ്ങിനെ മുംബൈയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഡിജിറ്റൽ പണമിടപാടുകളിൽ ഇന്ത്യയെ ആഗോളതലത്തിൽ മുന്നിലെത്തിക്കാൻ RBIക്കായെന്നും ശ്രീമതി മുർമു ചൂണ്ടിക്കാട്ടി. ദുരന്ത നിവാരണം, സാംസ്കാരികം എന്നീ മേഖലകളിലെ സഹകരണത്തിനുള്ള കരാറുകൾ ഇന്ത്യയും ചിലിയും തമ്മിൽ കൈമാറി. അന്റാർട്ടിക്ക സഹകരണത്തിനായുള്ള ലെറ്റർ ഓഫ് ഇൻറ്റന്റും ഇരുപക്ഷവും കൈമാറി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക്കുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ചിലിയും തമ്മിൽ എല്ലാ മേഖലയിലുമുള്ള ബന്ധം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ലാറ്റിൻ അമേരിക്കയിൽ ഇന്ത്യയുടെ പ്രധാന സുഹൃത്തും പങ്കാളിയുമാണ് ചിലിയെന്ന് ശ്രീ മോദി പ്രസ്താവനയിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതായി അദ്ദേഹം പറഞ്ഞു. आज हमने एक पारस्परिक लाभकारी कॉम्प्रिहेंसिव इकोनॉमिक पार्टनरशिप एग्रीमेंट पर चर्चा शुरू करने के लिए अपनी टीम्स को निर्देश दिए हैं. कृषि के क्षेत्र में एक दूसरे की क्षमताओं को जोड़कर फूड सिक्योरिटी सुनिश्चित करने के लिए सहयोग किया जाएगा. डिजिटल पब्लिक इंफ्रास्ट्रक्चर, रिन्यूएबल एनर्जी, रेलवे, स्पेस तथा अन्य क्षेत्रों में भारत अपना सकारात्मक अनुभव चिली के साथ साझा करने के लिए तैयार है. ഇന്ത്യ ചിലി സഹകരണം മെച്ചപ്പെടുത്താനുള്ള ഗബ്രിയേൽ ബോറിക്കിന്റെ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുമായി നിരവധി മേഖലകളിൽ ബന്ധങ്ങൾ വികസിപ്പിക്കാനുള്ള സാധ്യത ചിലിയിലുണ്ടെന്ന് ചിലി പ്രസിഡന്റ് ബോറിക് പറഞ്ഞു. വ്യാപാര വ്യവസായ പ്രതിനിധികൾ, സാങ്കേതിക വിദഗ്ധർ എന്നിവരുമായും ചിലി പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റിൽ വിവിധ വിഷയങ്ങളിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുന്നു. റാണ സംഘയെക്കുറിച്ച് സമാജ്വാദി പാർട്ടി MP റാംജി ലാൽ സുമൻ നടത്തിയ പരാമർശത്തിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആക്രമണത്തിന്റെ വിഷയം ശൂന്യവേളയിൽ ഉന്നയിക്കാൻ സമാജ്വാദി പാർട്ടി അംഗങ്ങൾ ശ്രമിച്ചത് നേരത്തെ ലോക്സഭയിൽ ബഹളത്തിന് ഇടയാക്കിയിരുന്നു. പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുകൾ സ്പീക്കർ ഓം ബിർള തള്ളി. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ID നമ്പറുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് MPമാർ ഇന്ന് രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തീരദേശ ഷിപ്പിംഗ് ബിൽ ഇന്ന് ലോക്സഭ പരിഗണിച്ചു. തീരദേശ ഷിപ്പിംഗിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ ഏകീകരണം, ഭേദഗതി, തീരദേശ വ്യാപാരത്തിന്റെ പ്രോത്സാഹനം, ആഭ്യന്തര പങ്കാളിത്തം എന്നിവ ബിൽ ലക്ഷ്യമിടുന്നു. ഇന്ത്യയുടെ വിശാലവും തന്ത്രപ്രധാനവുമായ തീരപ്രദേശത്തിന്റെ മുഴുവൻ സാധ്യതകളും തുറക്കുന്നതാണ് ബില്ലെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. എയർക്രാഫ്റ്റ് ഒബ്ജക്റ്റ് താൽപര്യ സംരക്ഷണ ബിൽ ഇന്ന് രാജ്യസഭ പാസാക്കി. മൊബൈൽ എക്യുപ്മെന്റുകളുടെ അന്താരാഷ്ട്ര താൽപര്യം സംബന്ധിച്ച സമ്പ്രദായങ്ങൾക്ക് നിയമപരമായ പ്രാബല്യം നൽകുന്നതാണ് ബിൽ. കൂടാതെ ഇതിൽ നിയമനിർമ്മാണം നടത്താനും ബിൽ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നു. രാജ്യത്തെ പ്രതിരോധ കയറ്റുമതി 2024-25 സാമ്പത്തിക വർഷത്തിൽ 12.04% വളർച്ച രേഖപ്പെടുത്തി 23,600 കോടി രൂപയിലെത്തിയതായി പ്രതിരോധ മന്ത്രാലയം. പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 42.85% വളർച്ച രേഖപ്പെടുത്തിയെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. 2029 പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയായി ഉയർത്തുക എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യം നീങ്ങുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ രാസവളത്തിന്റെ വില കുതിച്ചുയരുമ്പോഴും കർഷകർക്ക് താങ്ങാനാവുന്ന വിലയിൽ സബ്സിഡി നിരക്കിൽ വളം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ലോക്സഭയിൽ പറഞ്ഞു. വളത്തിന്റെ വില പരിശോധിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ കർഷകർക്ക് കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്ത് നൽകാൻ സർക്കാർ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. അമേരിക്കൻ ചരക്കുകൾക്ക് തീരുവ ചുമത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും തീരുവ പ്രഖ്യാപിക്കാനൊരുങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെക്സിക്കോ, കാനഡ, യൂറോപ്യൻ യൂണിയൻ എന്നിവയ്ക്കൊപ്പം ചില ഏഷ്യൻ രാജ്യങ്ങൾക്കും ഇത് ബാധകമാകും. അതേസമയം അമേരിക്കയുടെ നടപടിയെ പ്രതിരോധിക്കാൻ പ്രാദേശിക തലത്തിൽ വ്യാപാരം ശക്തിപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് മറ്റ് രാജ്യങ്ങൾ. തീരുവ വർധനകൾക്ക് മറുപടി നൽകാൻ യൂറോപ്പിന് ശക്തമായ പദ്ധതിയുണ്ടെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ പ്രതികരിച്ചു. ആഗോള ചരക്ക് വ്യാപാര കമ്മി കുറയ്ക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. വഖഫ് ഭേദഗതി ബില്ലിലൂടെ ആരുടെയും സ്വത്ത് കണ്ടുകെട്ടാൻ ശ്രമിക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം ബില്ലിനെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. വഖഫ് ഭേദഗതി ബിൽ നാളെ ലോക്സഭ പരിഗണിക്കാനിരിക്കെയാണ് പ്രതികരണം. The Honorable Speaker made an announcement that 8 hours is fixed right now for Waqf Amendment Bill, and if required, we will take a sense of the House and extend the time for discussion. Government is very honestly and keenly looking forward to have a proper discussion on Waqf Amendment Bill. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് BJP ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആരോപിച്ചു. വഖഫ് ഭേദഗതി ബിൽ നിലവിൽ വരുന്നതാണ് മുനമ്പം വിഷയം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ആശാപ്രവർത്തകരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഉറപ്പ് നൽകിയതായി മന്ത്രി വീണ ജോർജ്. ആശമാർക്ക് ലഭിക്കാനുള്ള കുടിശ്ശികയുടെ കാര്യം പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായും മന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ലക്നൌവിലെ ഏകാന സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ഗോവ ബംഗളൂരുവിനെയും മോഹൻ ബഗാൻ ജംഷഡ്പൂരിനെയും നേരിടും. ഈ മാസം 12-നാണ് ഫൈനൽ. മൂന്നാമത് ഇന്ത്യ ജപ്പാൻ ബഹിരാകാശ സംഭാഷണം ഇന്ന് ടോക്കിയോയിൽ നടന്നു. ദേശീയ ബഹിരാകാശ പരിപാടികൾ, ഉഭയകക്ഷി ബഹിരാകാശ സഹകരണം, ക്വാഡ് ബഹിരാകാശ സഹകരണം, വ്യവസായ തലത്തിലുള്ള സഹകരണം തുടങ്ങിയവയെക്കുറിച്ച് ചർച്ചകൾ നടന്നു. നിരായുധീകരണ അന്താരാഷ്ട്ര സുരക്ഷാകാര്യ വിഭാഗം ജോയിന്റ് സെക്രട്ടറി, ISRO സയന്റിഫിക് സെക്രട്ടറി എന്നിവരാണ് ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ മാർച്ച് മാസത്തിൽ എത്തിച്ചേർന്നത് 53 ചരക്ക് കപ്പലുകളെന്ന് മന്ത്രി VN വാസവൻ. 1,12,562 TEU ആണ് തുറമുഖത്ത് കൈകാര്യം ചെയ്തതെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ തുറമുഖത്തിൽ അടുത്തു തുടങ്ങിയതു മുതൽ മാർച്ച് വരെ 240 കപ്പലുകളാണ് എത്തിച്ചേർന്നത്. പൈങ്കുനി ഉത്രം ഉത്സവം, മേടം മാസ വിഷു പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. 18 ദിവസം തുടർച്ചയായി ദർശനം നടത്താം. നാളെ രാവിലെ സന്നിധാനത്ത് കൊടിയേറ്റ് നടക്കും. 3 സേനാ വിഭാഗങ്ങളെയും സംയോജിപ്പിച്ച് മാനുഷിക സഹായം, ദുരിതാശ്വാസം എന്നീ മേഖലകളിലെ സഹകരണത്തിനായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംഘടിപ്പിക്കുന്ന അഭ്യാസമായ ടൈഗർ ട്രയംഫിന്റെ 4ാം പതിപ്പിന് വിശാഖപട്ടണത്ത് തുടക്കമായി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മാനുഷിക സഹായവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ രൂപപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സബർമതി ആശ്രമം പുനരുദ്ധാരണത്തിനായി ഗുജറാത്ത് സർക്കാർ ഏറ്റെടുത്തതിനെതിരെ ഗാന്ധിജിയുടെ പൗപുത്രൻ തുഷാർ ഗാന്ധി നൽകിയ ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ആശ്രമത്തിന്റെ പുനർനിർമ്മാണത്തിന് അംഗീകാരം നൽകുന്ന 2021 പ്രമേയം റദ്ദാക്കാൻ ഗുജറാത്ത് ഹൈക്കോടതി നേരത്തെ വിസമ്മതിച്ചിരുന്നു. ഈ വിധിയെ ചോദ്യം ചെയ്താണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. രാജ്യത്ത് നടപ്പാക്കിയ സാമ്പത്തിക ഇളവുകളുടെയും നികുതി ഭേദഗതികളുടെയും ഫലമായി G20 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ വളർച്ച 6.5% തുടരുമെന്ന് മൂഡീസ് റേറ്റിംഗ് റിപ്പോർട്ട്. രാജ്യം മൂലധന നിക്ഷേപം തുടരുമെന്നും ഇന്ന് പുറത്തിറക്കിയ റിപ്പോർട്ട് പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ സന്ദർശനത്തിനെത്തിയ ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക്കുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ലാറ്റിൻ അമേരിക്കയിൽ ഇന്ത്യയുടെ പ്രധാന സുഹൃത്തും പങ്കാളിയുമാണ് ചിലിയെന്ന് ശ്രീ മോദി. വഖഫ് ഭേദഗതി ബിൽ നാളെ ലോക്സഭ പരിഗണിക്കും. ബില്ലിനെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 2029 ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അമേരിക്കൻ ചരക്കുകൾക്ക് തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് തീരുവ പ്രഖ്യാപിക്കുമെന്ന് US പ്രസിഡന്റ്. നടപടിയെ പ്രതിരോധിക്കാൻ പ്രാദേശിക തലത്തിൽ വ്യാപാരം ശക്തിപ്പെടുത്താൻ മറ്റു രാജ്യങ്ങൾ.
ആശാപ്രവർത്തകരുടെ ഇൻസെന്റീവ് വർധന പരിഗണിക്കുമെന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയതായി മന്ത്രി വീണ ജോർജ്. IPL-ൽ ലക്നൌവിനെതിരെ പഞ്ചാബ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.